ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ മത്സരാർത്ഥികൾക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ബിഗ് ബോസിൻ്റെ സൗണ്ട് ഒരു റിയൽ ആയിട്ടുള്ള സൗണ്ടാണോ അതല്ലെങ്കിൽ ഒരു റോബോട്ട് സൗണ്ടാണോ എന്ന് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള രീതിയിലാണ് മത്സരാർത്ഥികളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും അനീഷ് ചാടി എണീറ്റ് തന്നെ പറയുന്നുണ്ട്, ഇത് മനുഷ്യൻ തന്നെയാണ്, അത്യാവശ്യം നല്ല തടിയുള്ള ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, കണ്ണുകളൊക്കെ വിടർന്ന് ആരോടും അധികം അങ്ങനെ ചിരിക്കില്ല, ഭയങ്കര ഒരു കർക്കശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്, കട്ടിപ്പുരികമാണ്, ഷർട്ട് ഇടും, അങ്ങനെ ഒരുപാടധികം തന്നെ കാര്യങ്ങൾ ഇങ്ങനെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചോദിക്കുന്നത് എന്താണ് ഷർട്ട് മാത്രമേ ഇടൂ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അതെന്താണ് പാൻറ് ഇടില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതല്ല ഷർട്ടേ ഇടൂ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ അനീഷിനോട് പറയുന്നുണ്ട് ഞങ്ങൾക്കും കൂടെയൊക്കെ പറയണം, എല്ലാം പറയാതെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ആര്യം എന്ന് പറയുന്നുണ്ട് ഇത് 2 വ്യക്തികളായിട്ടാണ് നിൽക്കുന്നത്, ഒരാൾ സൗണ്ട് കൊടുക്കാനും മറ്റൊരു വ്യക്തി അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഷാനവാസ് പറയുന്നു അനീഷ് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്, പുള്ളിക്കാരൻ അത്ര ഗൗരവക്കാരനല്ല, പുള്ളിക്കാരൻ കോമഡി അടക്കി പിടിച്ച് ഗൗരവത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. നൂറ പറയുന്നു അതേപോലെ തന്നെ 2 വ്യക്തി തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. നവീൻ പറയുന്നു എനിക്ക് പിറക്കാതെ പോയിട്ടുള്ള എൻ്റെ അച്ഛനാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. കാരണം എന്നെ ഏത് സമയം ഗൈഡ് ചെയ്യാനെല്ലാം തന്നെ ബിഗ് ബോസ് എപ്പോഴും ഒരു അച്ഛനെ പോലെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നു. അക്ബറും പറയുന്നു നല്ല ബാസുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു സൗണ്ട്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ സാബുമാൻ പറയുന്നുണ്ട് ഒരു കിടിലം വ്യക്തിയാണ്, എനിക്കും ഭാവിയിൽ ഒരു ബിഗ് ബോസിനെ പോലെ ആകണം എന്നുള്ള രീതിയിൽ പറയുന്നു. ഓ നീ ബിഗ് ബോസിനെ അങ്ങ് സൂചിപ്പിച്ചല്ലേ എന്നുള്ള രീതിയിൽ മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. പിന്നീട് ആദില പറയുന്നു എനിക്കും ഒരു ഇരട്ട സഹോദരൻ ബിഗ് ബോസിനുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അനുമോളും അതേപോലെ തന്നെ പറയുന്നുണ്ട്. അനുമോൾ കുറച്ചുകൂടെ റിയൽ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ രാത്രി ഇടുന്ന സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൗണ്ടാണ്, അതല്ലാതെ എല്ലാ സമയവും പുള്ളിക്കാരൻ സംസാരിക്കുന്ന പറഞ്ഞത് അത്യാവശ്യം പാടാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ശരി തന്നെയാണല്ലേ, രാത്രിയിലൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൗണ്ടൊക്കെ തന്നെയാണ് ഇടുന്നത്. അനുമോൾ മൈക്ക് ധരിക്കുക, ആദില മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞ് ഓരോരോ കണ്ടസ്റ്റൻസിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓരോരോ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. സോ ഇതായിരുന്നു മത്സരാർത്ഥികൾക്ക് ലൈവിൽ രാവിലെ കൊടുത്തിട്ടുള്ള മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത്.